എടാ വിനുവേ, പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ പന്തലില് കൂട്ട തല്ലുണ്ടായെന്ന്. കല്യാണച്ചക്കന് അളിയന്റേന്ന് പൊതിരെ തല്ലിട്ടിയത്രേ. എന്തായാലും ആനന്ദിനെ പോലെ ഒരാളെ കിട്ടി നിന്റെ ഭാഗ്യാടാ. നല്ല സന്തോഷത്തിലാണല്ലോ. അമ്മ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ? അതൊക്കെ രാവിലെ കഴിച്ചതാടാ. ഇതൊന്നും അല്ല, ശരിക്കും സന്തോഷാ. കുഞ്ഞുണ്ണി, എന്തോ കുഞ്ഞുണ്ണി അഞ്ജലിയുടെ വീട്ടുകാർക്ക് വലിയ കാര്യമാണ്. പിന്നെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് കുഞ്ഞുണ്ണി എന്നാണ് അവർ പറയുന്നത്. അത് അവര് മാത്രമല്ല, എന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഭാര്യയുടെ കൂട്ടുകാരിയും എന്തിനും വിനുസാർ വരെ പറയാറുണ്ട്. ആന്തലോട്ടാ, കുഞ്ഞുണ്ണി എന്തു പറഞ്ഞാലും അഞ്ജലിയുടെ വീട്ടുകാർ വിശ്വസിക്കും. അതെ. എന്നാ നീ ഒരു കാര്യം അഞ്ജലിയുടെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയണം. എന്ത് കാര്യം? വിനു ഗൾഫിലെ കമ്പനിയിൽ കോടികളുടെ തിരിമറി നടത്തിയിട്ടാണ് നാട്ടിൽ വന്നതെന്നും നാട്ടിൽ വന്നതിന് ശേഷം നടത്തിയ ഓഡിറ്റിങ്ങിൽ അതെല്ലാം പിടിക്കപ്പെട്ടു എന്നും പറയണം. വിനുസാർ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യും. നീ ഇതങ്ങ് പോയി പറഞ്ഞാൽ മതി. നിന്റെ ഈ വിനിസാറില്ലേ തിരിച്ചെത്തി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടാൻ കാത്തുകയാണ് അവിടുത്തെ ഗവൺമെൻറ്. കല്യാണമെങ്ങാനും കഴിഞ്ഞാൽ ആ പെൺകുട്ടി നരകിച്ച് കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വരും. ഇത് അവരോട് പോയി പറഞ്ഞേക്ക്. മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് കാട്ടി പിന്നെ എൻ്റെ പേരിൽ 2 ക്രിമിനൽ കേസ് ഉണ്ടെന്ന് കൂടെ പറഞ്ഞേക്ക്. സാർ, പിന്നെ ഒരു മയക്കുമരുന്ന് കേസുണ്ടെന്നും പറഞ്ഞേക്ക്. കിടക്കട്ടെ. ഇതൊക്കെ ഞാൻ പോയി പറയണോ? മിനിമം ഇതെങ്കിലും പറയണം. വേണമെങ്കിൽ നീ 2 കയ്യിൽ നിന്ന് കൂടെ ഇട്ടോ. സാർ ഇതൊന്ന് നോക്കി. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് പോയി. അതൊന്നും കുഴപ്പമില്ല, നീ ഇതങ്ങ് പോയി പറഞ്ഞാൽ മതി. ഇല്ല സാറേ, മാലയിട്ട് കഴിഞ്ഞാൽ കള്ളം പറയാൻ പറ്റൂല. ആ സമയം മാല ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ പറ്റൂല സാർ. കുഞ്ഞുണ്ണി, നിന്റെ വിനുസാറാണ് ഈ പറയുന്നത്. നീ ഇത് പോയി പറ. മാല ഇട്ടിട്ട് കള്ളം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഇല്ല സാർ, മലയ്ക്ക് പോവാൻ മാലയിട്ടിട്ട് കള്ളം പറഞ്ഞാൽ മലയ്ക്ക് പോകുമ്പോൾ പുലി പിടിക്കും. പുലിക്ക് അവിടെ വേറെ പണിയുണ്ട് കുഞ്ഞുണ്ണി. ഇല്ല സാർ, അയ്യപ്പ സ്വാമിയോട് കളിക്കാൻ പാടില്ല, ശാപം കിട്ടും. നിന്നെ പുലി പിടിക്കും. ഓരോ കല്യാണ ആലോചനയായിട്ട് വന്നിരിക്കുന്നു. മാലയിട്ട് പോയി എല്ലായിരുന്നെങ്കിൽ നിന്നെ പുഴുങ്ങി എടുത്തേനെ കേട്ടോടോ. അയ്യപ്പാ, ഇവനെ അങ്ങ് കഴിക്കടാ. എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കടാ. അല്ല, ഞാൻ വെള്ളവടി നിർത്തി. അത് അത്ഭുതമാണല്ലോ. എന്തായാലും നിന്റെ മുഖത്ത് അതിന്റെ തിളക്കം കാണാൻ, അത് കളയണ്ട. ഇത് ഞാൻ കുടിച്ചോളാം. ഇപ്പം ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ഞാനാ മുരളി മാമ. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം സാധു ചെക്കനെയാ എൻ്റെ അഞ്ജലി കിട്ടിയിരിക്കുന്നത്. ഇനി എനിക്കൊരാഗ്രഹം കൂടിയേ ഉള്ളൂ. നിങ്ങൾ അമ്മാമാരും അച്ഛനും തമ്മിലുള്ള പ്രശ്നം അതങ്ങ് തീർക്കണം. ഞങ്ങളത് പണ്ടേ മറന്നാലടാ. നിന്റെ അച്ഛനല്ലേ ഞങ്ങളെ കണ്ടുകൂടാത്തത്? അതൊക്കെ നിങ്ങൾ കല്യാണത്തിന് വരുന്നതോടുകൂടി ഒക്കെ തീരും. എനിക്കൊന്നുമില്ല അത്ര പെട്ടെന്ന് തീരുന്നു. ആനന്ദാ, നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. ഞാൻ കല്യാണം വിളിക്കാൻ കൂടിയാ വന്നത്. ഞങ്ങൾ വരുന്നത് സുദേവനും നിന്റെ അമ്മയ്ക്കും ഒന്നും ഇഷ്ടമാവില്ലല്ലോ മോനെ. അവൾക്ക് ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. കല്യാണം കഴിഞ്ഞ് നീ അവരെ രണ്ടുപേരെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വാ. ഒരാൾ കൂടി ഉണ്ട് ഇപ്പോൾ. അതാരാ? പാർവതി. ഞാൻ മാപ്പ് പറഞ്ഞ് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. നന്നായി. ആരോ ഒരാളെഴുതി ഊമക്കത്തിൻ്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ലല്ലോ ഈ ജീവിതം എന്ന് പറയുന്ന സംഭവം. പുതിയ അളിയനെ കിട്ടിയപ്പോൾ നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോടാ. നല്ല പൂന്തോട്ടം. അല്ല, ഇത് തന്നെയാണോ വീട്? നീ ഇത് ആരോടാ ചോദിക്കുന്നത്? പണ്ട് അവളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ നട്ടപ്പാതിരാക്ക് വരെ ഇവിടെ വന്നിട്ടുണ്ട്. നീ ആ മതിൽ കണ്ട? അതിൻ്റെ മുകളിൽ നിന്ന് നിന്റെ ചേട്ടൻ അവളുടെ ബർത്ത്ഡേക്ക് ചുമന്നബലും പറത്തി വിട്ടത്. എൻ്റെ ഏട്ടൻ ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു. മണ്ട ഇറങ്ങണ ബലൂൺ തീർന്ന്. ആരാണ് ഈ വിനു? എൻ്റെ കൂട്ടുകാരന്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെസ്റ്റ് എടുക്കാൻ കാരണം? അല്ല, അവൻ ഗൾഫിലാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതാ. ഡോക്ടർ എന്തെങ്കിലും? ഇയാൾക്ക് കുട്ടികളുണ്ടാവില്ല ഇനി ഞാൻ വിചാരിച്ചാലും. വേണമെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാം.
പക്ഷേ ഹോപ്പ്ലെസ് കണ്ടീഷനാണ്. അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. കഷ്ടം. ഗുരുവായൂരിനടുത്ത് ഇരിങ്ങാപുരത്തു നിന്നാണ് കല്യാണം കഴിക്കുന്നത്, അറിയില്ലേ? എനിക്ക് ആ പയ്യന്റെ കാര്യം ആലോചിക്കുമ്പോ വലിയ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? 28-ാം തീയതി ഞായറാഴ്ച ഗുരുവായൂർ വെച്ചാണ് കല്യാണം, ശ്രീപാർവതി ഓഡിറ്റോറിയം. എല്ലാം ഒന്ന് ചുരുക്കത്തിൽ ചെയ്യുന്നതാ നല്ലത്. പെണ്ണിന്റെ പേര് അഞ്ജലി എന്നാ. അവളോട് കാര്യങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും. അഞ്ജലിയുടെ ചേട്ടൻ ആനന്ദൻ ഭയങ്കര ദേഷ്യക്കാരനാ. ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. എന്നാലും അറിയിച്ചോളൂ, വെറുതെ അയാളുടെ ലീവ് കളയണ്ടല്ലോ. എന്താ ചേഞ്ച് റോസ് വീട്ടിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു ചേഞ്ച്. എടാ, ഈ മണ്ടം കൂടെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും മനസ്സിലായിട്ടില്ല. അതെന്താ അത്രക്ക് പൊട്ടന ആള്? ഇയാള് പഠിച്ചെന്ന് ഡോക്ടർ അതല്ല, ഇയാള് സ്ക്രാച്ച് ആമ്യം വഴി ആയതാ. നീ വണ്ടി എടു, വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഓ അല്ല, നമ്മളിത് ഇവിടെ ആരെ കാണാൻ വന്നാ? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അഞ്ജലിയുടെ പഴയ കാമുകൻ. കാമുകനല്ല, കാമുകനെ പോലെ പിന്നാലെ നടന്ന. പിന്നാലെ നടന്ന കാമുകനാവോ? വളയൊന്നും വേണ്ടേ? എടാ, അഡ്വക്കേറ്റ് സൈക്കാട്രിസ്റ്റ് ജോർജിയൽ. അഡ്വക്കേറ്റ് സൈക്കാട്രിസ്റ്റ്? ജോർജിന് അഞ്ജലി ഇഷ്ടമായിരുന്നു എന്നും പ്രപ്പോസ് ചെയ്ത് കുറേ പുറകെ നടന്നിട്ടുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ഒരുപാട് പഴയ കാര്യങ്ങളല്ലോ. പക്ഷേ ഉള്ളിലുള്ള പ്രണയമൊന്നും അങ്ങനെ പോവില്ലല്ലോ. വാടിക്കരിഞ്ഞ് പോയടോ. അവക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ദേഷ്യമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിനുശേഷം ജോർജിന് പ്രേമം ഉണ്ടായിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഇല്ല. അതാണ് ആത്മാർത്ഥ പ്രണയമായാൽ ഇങ്ങനെ ഇരിക്കും. ആത്മാർത്ഥ പ്രണയം നീ എന്റെ കൂടെ വയോ, നമുക്കെടുക്കാം. ഓയോ, രാത്രിയിൽ നീ എനിക്കൊരു കട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. നിന്റെ ബട്ടൻ എല്ലാം വാടിക്കരിഞ്ഞ് പോയിടും. ഓക്കെ, എന്ത് കരിഞ്ഞെന്ന്, എത്ര കരിഞ്ഞതാണെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് ലേശം വളമൊക്കെ ഇട്ട് കൊടുത്താൽ പഴയ ഇഷ്ടം പൂക്കും കായ്ക്കും അല്ലേ? അവളുടെ കല്യാണമൊക്കെ ആയിരിക്കും. എന്ത് കല്യാണം? കല്യാണത്തെക്കാൾ വലുതാണ് ജോർജിന്റെ ആത്മാർത്ഥ പ്രണയം. കെട്ടാൻ പോണ ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് ജോർജ് ആരാന്നും ജോർജിന്റെ പ്രേമത്തിന്റെ ആഴെത്രയെന്നും നമുക്ക് അറിയിക്കണ്ടേ? എന്നിട്ട് കല്യാണത്തിന് പിന്മാറിയില്ലെങ്കിൽ അച്ഛന്റെ കാല് തല്ലി ഓടിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ. പിന്നെ കുറച്ച് ഫോണൊക്കെ നിറഞ്ഞ് കുറച്ച് ടെററാക്കല്ലോ നമുക്ക്. അതൊക്കെ മോശമല്ലേ? അഞ്ജലിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ജോർജ്? അതിനും മാത്രമുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല അവക്ക്. നിങ്ങൾ പറ, സൗന്ദര്യം ഉണ്ടോ? ഇല്ല ഇല്ല. അവളുടെ സ്വഭാവം നല്ല സ്വഭാവം അല്ല. പോട്ടെ, യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാനുള്ളൊരു മനസ്സവക്കുണ്ടോ? പിന്നെ ഈ പ്രേമിക്കുന്നതൊക്കെ പോട്ടെ, അതൊക്കെ അറിയാതെ സംഭവിക്കുന്നില്ലേ. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഇല്ല അവള്. പിന്നെ കെട്ടും. മറ്റേ പെണ്ണ് കിട്ടാതെ മറ്റേ മൂക്കളെ ഒലിപ്പിച്ച് വാല കോല എന്നൊക്കെ നടക്കണ കുറെ ലൂസേഴ്സ് ഇല്ലേ, അവന്മാർക്ക് കിട്ടും. സത്യം, ഇവന്റെ ചേട്ടനാ.